Hello students, ഇന്ന് ഒരു ചെറിയ വീഡിയോ ഇടുകയാണ്. The first in this segment, introducing Raspberry Pi. ഈ വീഡിയോയിൽ എന്താണ് Raspberry Pi, അതിന്റെ ഫീച്ചേഴ്സ്, എങ്ങനെ നമുക്കത് വാങ്ങിക്കാം, Raspberry Pi പോലുള്ള മറ്റ് ബോർഡുകൾ എന്തൊക്കെയാണ്, മറ്റ് കമ്പ്യൂട്ടറുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ ഈ ബോർഡിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും, എങ്ങനെ ഹൗ ടു പ്രോഗ്രാം ദിസ് ബോർഡ്, അപ്പൊ അതിന്റെ പ്രോഗ്രാമിംഗ് ആസ്പെക്ട്സ് ആണ് അടുത്ത വീഡിയോകളിലെല്ലാം വരുന്നുണ്ടാവുക. So what is Raspberry Pi? So it is a series of small single board computers developed in the UK. ഡെവലപ്പ് ചെയ്തിരിക്കുന്ന റാസ്ബെറി പൈ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനിയാണ്. എന്തായിരുന്നു ഇതിന്റെ പർപ്പസ്? സ്കൂൾസിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാനും അതുപോലെ കമ്പ്യൂട്ടറിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ഹാർഡ്വെയർ പ്രോജക്ട്സ് ചെയ്യാനുള്ള സഹായിക്കാനായിട്ടുള്ള ഒരു വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതാണ് കമ്പ്യൂട്ടറാണ്. സോ വാട്ട് ഈസ് റാസ്ബെറി പൈ? റാസ്ബെറി പൈ എന്ന് പറഞ്ഞ ഒരു സ്മോൾ സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറാണ്. യുണൈറ്റഡ് കിങ്ഡത്തിൽ റാസ്ബെറി പൈ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ ക്രെഡിറ്റ് കാർഡ് സൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ്. ഇതിന്റെ ഉദ്ദേശം സ്കൂളുകളിൽ കുട്ടികൾക്ക് കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്താണ്, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെറിയ പ്രോജക്ട്സ് ചെയ്യാൻ പറ്റുന്നത്, എസ്പെഷ്യലി ഹാർഡ്വെയർ പ്രോജക്ട്സ് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ കമ്പ്യൂട്ടറിനെ പോപ്പുലർ ആക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ക്രെഡിറ്റ് കാർഡ് സൈസ്ഡ് ആയിട്ടുള്ള സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറാണ് റാസ്ബെറി പൈ എന്ന് പറയുന്നത്. ഇത് ഇറങ്ങിയപ്പോൾ തന്നെ വളരെ പോപ്പുലറായി. റോബോട്ടിക്സ് പോലുള്ള ആപ്ലിക്കേഷന് ഇത് വളരെയേറെ സിമ്പിളായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കണ്ടു. 2015 ഓവർ 5 മില്യൺ റാസ്ബെറി പൈ ആണ് വിറ്റിരിക്കുന്നത്. 2016 ആയപ്പോഴേക്കും അതൊരു 11 മില്യൺ യൂണിറ്റ് ആയിട്ട് മാറി. അപ്പം അത്രത്തോളം പോപ്പുലറായി ഈ ഒരു കുഞ്ഞൻ കമ്പ്യൂട്ടർ. ഇതാണ് ഇത്. ഒറിജിനൽ സൈസ് അല്ല, സ്ക്രീനിൽ വലുതായിട്ട് കാണുന്നതേ ഉള്ളൂ. ഒരു ക്രെഡിറ്റ് കാർഡ് സൈസ് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് പോലെ അത്രയും വലുപ്പത്തിലുള്ള ചെറിയൊരു ബോർഡ്. ഇതിൽ കാണാൻ നിങ്ങൾക്ക് USB ഉണ്ട്, സൈഡിൽ റൈറ്റ് സൈഡിൽ USB ഉണ്ട്, തൊട്ട് താഴെ തന്നെ ഒരു ലാൻഡ് പോർട്ടാണ്, പിന്നെ ക്യാമറ കണക്ട് ചെയ്യാനുള്ള, അതുപോലെ HDMI ഡിസ്പ്ലേ കണക്ട് ചെയ്യാനുള്ള, അതുപോലെ ഇവിടെ കുറെ GPIO പിൻസും ഉണ്ട്, ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസും ഉണ്ട്. ഇതാണ് പ്രോസസ്സർ, ഇതതിൻ്റെ റാം. അപ്പം ഇങ്ങനെയുള്ള ഒരു ബോർഡിൽ അപ്പം ഇല്ലാത്തതൊന്നും ഇല്ല. ഇതിനകത്ത് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യാം, എല്ലാ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്യാം, ക്യാമറ വരെ കണക്ട് ചെയ്യാം. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്റ്റേണൽ വേൾഡുമായിട്ടോ എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ഡിവൈസുമായിട്ടോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഒരു ഹാർഡ്വെയർ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും ഇഫക്റ്റീവ് ആൻഡ് ചീപ്പർ ആയിട്ടുള്ള ഒരു സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറാണ് ഈ റാസ്ബെറി പൈ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കാം നമുക്ക്. ഏറ്റവും ആദ്യം 2012 ഫെബ്രുവരിയിലാണ് റാസ്ബെറി പൈ 1 മോഡൽ ബി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിറങ്ങി മോഡൽ ബി. അത് കഴിഞ്ഞ ഉടനെ തന്നെ എ സിംപ്ലർ ആൻഡ് ഇൻഎക്സ്പെൻസീവ് മോഡൽ എ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരെണ്ണം ഇറങ്ങി. 2014 റാസ്ബെറി പൈ 1 മോഡൽ ബി പ്ലസ് ഇറങ്ങി. അപ്പോഴേക്കും അല്ലെങ്കിൽ ആ സമയത്താണ് അതിന്റെ സൈസ് ചെറുതാവുക. സോ ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുമ്പോൾ സൈസ് ചെറുതാകും. അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് സൈസ് എന്നുള്ളതായി അതിന്റെ ഫോം ഫാക്ടർ. ദെൻ എ പ്ലസ് ബി പ്ലസ് എന്നുള്ള മോഡല് പിന്നെ ഇറങ്ങി 2014. ഏറ്റവും റെവല്യൂഷണറി എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഒരു വലിയൊരു നാഴികക്കല്ലായിട്ടുള്ള റാസ്ബെറി പൈ 0. അത് ഈ ക്രെഡിറ്റ് കാർഡ് സൈസിനേക്കാൾ അതിൻ്റെയും പകുതിയായിട്ട് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് പിൻസ് ആണ്, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. പക്ഷെ അതൊരു IoT ആപ്ലിക്കേഷന് വേണ്ടി ചീപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറാണ്
റാസ്ബെറി പൈ 0 എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ 2015 സോ ഇറ്റ് വാസ് അവൈലബിൾ ഫോർ അബൌട്ട് $5. $5 കൊടുത്താൽ കിട്ടുന്നതാണ്. പിന്നെ റാസ്ബെറി പൈ 2 സെക്കൻഡ് ജനറേഷൻ തമ്മിലുള്ള വ്യത്യാസം, മോർ റാം വാസ് ആഡഡ്. ഫെബ്രുവരി 2015 ഇറങ്ങിയത്. ദെൻ റാസ്ബെറി പൈ 3 മോഡൽ ബി 2016. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ബോർഡ് വൈഫൈ ഉണ്ട്, ഇതർനെറ്റ് ലാൻ അല്ല. അത് കൂടാതെ ബ്ലൂടൂത്ത് ഉണ്ട്, USB ബൂട്ട് കേപ്പബിലിറ്റി ഉണ്ട്, USB വഴി ബൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇവിടെ കൊടുത്തു. 2017 റാസ്ബെറി പൈ മോഡൽ ബി 2017 ഒന്നുകൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള റാസ്ബെറി പൈ 3 മോഡൽ ബി ഇറങ്ങി. ഒരു 5 to 35 ഇപ്പോൾ റാസ്ബെറി പൈ 0 എന്ന് പറഞ്ഞിട്ടുള്ള $5 അവൈലബിൾ ആണ്. ദെൻ മാക്സിമം $35 ഉള്ള ക്രെഡിറ്റ് കാർഡ് സൈസ്ഡ് ആയിട്ടുള്ള റാസ്ബെറി പൈ 3 മോഡൽ ബി ഇറങ്ങി. ദെൻ റാസ്ബെറി പൈ 0W നേരത്തെ ഇറങ്ങിയിട്ടുള്ള 2014 ഇറങ്ങിയിട്ടുള്ള റാസ്ബെറി പൈ 0 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിന്റെ ഒരു എൻഹാൻസ്ഡ് മോഡൽ ഇറങ്ങി വിത്ത് വൈഫൈ ഫെസിലിറ്റി. ഓക്കെ, ഒരു വൈഫൈ ഫെസിലിറ്റി കൂടെ ചേർത്തുകൊണ്ട് ഉള്ള ഒരു റാസ്ബെറി പൈ 0W. 0 വയർലെസ് എന്നാണ്, W സ്റ്റാൻഡ്സ് ഫോർ വയർലെസ്. അപ്പം അതുകൊണ്ട് പ്രത്യേകത വൈഫൈ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഒരു IoT ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അതിനെ കോൺഫിഗർ ചെയ്യാൻ എളുപ്പമാണ്. വൈഫൈ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നെറ്റ് കണക്ട് ചെയ്യാം. ഇനി ഈ എല്ലാ ബോർഡിന്റെയും സ്റ്റാൻഡേർഡ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഓൺ ചിപ്പ് അല്ലെങ്കിൽ SoC ARM ബേസ്ഡ് ആയിട്ടുള്ള ബ്രോഡ്കോം സിസ്റ്റത്തിന്റെ ARM കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു CPU ആണുള്ളത്. കൂടാതെ ഇതിനകത്തൊരു GPU ഉണ്ട്, വീഡിയോ കോർ 4 എന്ന് വിളിക്കുന്ന ഒരു GPU ഉണ്ട്. 700 MHz to 1.2 ഇപ്പോൾ ഉള്ള റാസ്ബെറി പൈ 4ന്റെ ഇതല്ല, 1.2 അല്ല 1.7 വരും. സോ 700 MHz to 1.2 GHz വരെയുള്ള ക്ലോക്കിംഗ് സ്പീഡാണുള്ളത് പൈ 3 വരുന്നത്. മെമ്മറി റേഞ്ച് 256 MB to 1 GB റാം. ഇപ്പോൾ ഉള്ള പുതിയതിൽ 8 GB വരെ സപ്പോർട്ടിംഗ് ആണ്. ദെൻ SD കാർഡ്സ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടെയ്ൻ ചെയ്യാൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മീഡിയ. SDHC ഓർ മൈക്രോ SDHC സൈസിലുള്ള നമ്മുടെ സാധാരണ SD കാർഡ് യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. SD കാർഡാണ് ഇതിൽ യൂസ് ചെയ്യുന്ന SD കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൽ ലോഡ് ചെയ്യുന്നുണ്ടാവുക. SD കാർഡ് നമുക്കറിയാം റിമൂവബിൾ ആണ്. അപ്പം അത്രയും കുറഞ്ഞ മെമ്മറി സ്പേസിൽ ആയിരിക്കും, മെമ്മറി സ്പേസിലുള്ള സെക്കൻഡറി സ്റ്റോറേജ് സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ബാക്കപ്പ് ചെയ്യണമെങ്കിൽ, ഡാറ്റ ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ USB വഴി എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ SD കാർഡിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. എല്ലാ റാസ്ബെറി പൈ ബോർഡിലും ഒരു മിനിമം 4, ഇപ്പോൾ ഉള്ള പുതിയതിലെല്ലാം 4 USB സ്ലോട്ട് ഉണ്ട്. അത് USB 2 ഉണ്ടാകും, USB 3 ഉണ്ടാകും. പിന്നെ ഒരു HDMI, ഓൾസോ കോമ്പോസിറ്റ് വീഡിയോ ഔട്ട്പുട്ട് ഉണ്ടാവും, ആൻഡ് 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ടാവും. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GPIO പിൻസ് ആണ്, ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ്. ഒരു എക്സ്റ്റേണൽ കമ്പോണന്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, GPIO ബോർഡ് വഴി. സോ വിച്ച് സപ്പോർട്ട് കോമൺ പ്രോട്ടോകോൾസ് ലൈക്ക് I2C, ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. റാസ്ബെറി പൈ ബി മോഡലിൽ ഈതർനെറ്റ് പോർട്ട് ഉണ്ട്, ഓൾസോ വയർലെസ് വൈഫൈ
802.119 എന്ന് പറയുന്ന വയർലെസ് പ്രോട്ടോക്കോളും ഉണ്ട്. ഓൾസോ ഇറ്റ് സപ്പോർട്ട്സ് ബ്ലൂടൂത്ത്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിന്റെ? റാസ്ബെറി പൈ ഫൗണ്ടേഷൻ തന്നെ റാസ്ബിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബണ്ടിൽ ഡിസ്ട്രിബ്യൂഷൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ഡൗൺലോഡ് റാസ്ബിയൻ ഫ്രം റാസ്ബെറി പൈ ഫൗണ്ടേഷൻ ഒഫീഷ്യൽ സൈറ്റ്. ഇത് കൂടാതെ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള, എന്താണ് ഈ റാസ്ബിയൻ എന്ന് പറഞ്ഞാൽ ലിനക്സ് ബേസ്ഡ് ആണ്. ഇതുപോലെ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് റാസ്ബെറി പൈയെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇറ്റ് പ്രൊമോട്ട്സ് പൈത്തൺ ആൻഡ് സ്ക്രാച്ച് ആസ് എ മെയിൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ നമുക്കറിയാം പൈത്തൺ ഈസ് ദ ലാംഗ്വേജ് ഓഫ് സയൻറ്റിഫിക് കമ്പ്യൂട്ടേഷൻ. അല്ലെങ്കിൽ സയൻറ്റിഫിക് കമ്പ്യൂട്ടിങ്ങിന് ഏറ്റവും പ്രധാനമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പൈത്തൺ തന്നെയാണ്. മെഷീൻ ലേണിങ്ങിൽ ഫ്യൂച്ചർ ബിലോങ്സ് ടു മെഷീൻ ലേണിംഗ്. ഇപ്പോൾ പൈത്തൺ ആണ് ഇതിൻ്റെ കോർ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ റാസ്ബെറി പൈ സപ്പോർട്ട്സ് പൈത്തൺ. ഇപ്പോൾ പൈത്തൺ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആപ്പ് എഴുതാം. ഇതിൻ്റെ ഫേംവെയർ ഒരു ക്ലോസ്ഡ് സോഴ്സ് ആണ്. ഇത് വൺസ് ലിനക്സ് ആയതുകൊണ്ട് ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം റാസ്ബിയൻ ആണെങ്കിലും ഓപ്പൺ സോഴ്സ് ആണ്. പക്ഷെ അതിന് ഫേംവെയർ എന്ന് പറഞ്ഞാൽ ക്ലോസ് സോഴ്സ് ആണ്. ഒരു അൺഒഫീഷ്യൽ ഓപ്പൺ സോഴ്സ് അവൈലബിൾ ആണ്. ബട്ട് ഫേംവെയർ ദാറ്റ് ബിലോങ്സ് ടു, ഫേംവെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിപ്സെറ്റിനകത്ത് ഉള്ള, അല്ലെങ്കിൽ ചിപ്സെറ്റിനെ കൺട്രോൾ ചെയ്യുന്ന റോം ഏരിയയിൽ എഴുതുന്ന കുറച്ച് ഡിവൈസ് ഡ്രൈവേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ക്ലോസ്ഡ് സോഴ്സ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. So these are some of the operating systems which can be run in Raspberry Pi: Ubuntu Mint, Snappy Ubuntu, Windows 10 IoT Core, OSMC, Weather Station. ഇങ്ങനെയുള്ള കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലൈക്ക് Android Things, Arch Linux, OpenSUSE, Raspberry Pi, Fedora, Linux, Fedora, ഇങ്ങനെയുള്ള കുറേ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റാസ്ബെറി പൈയെ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ദർ ആർ അതർ, നേരത്തെ കാണിച്ചിട്ടുള്ളത് തന്നെ അതുപോലെ തന്നെയുള്ള അതർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. തേർഡ് പാർട്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, റിസ്കോയിസ് പൈ, അങ്ങനെയുള്ള കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഉണ്ട്. സോ ലോട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ അവൈലബിൾ വിച്ച് ആർ ഫ്രീ ഓഫ് കോസ്റ്റ്, ക്യാൻ ബി ഡൗൺലോഡഡ് ഫ്രം ദെയർ റെസ്പെക്റ്റീവ് സൈറ്റ്സ്. എന്തായാലും റാസ്ബിയനിൽ ബണ്ടിൽഡാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ റാസ്ബെറി പൈയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോവുക, അവിടുന്ന് റാസ്ബിയൻ ഡൗൺലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ അതിന് ഒരു പാക്കേജ് ആയിട്ട് നൂബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതിൽ പൈത്തണും അവൈലബിൾ ആണ്. നൂബ്സ് എന്ന് പറയുന്ന പാക്കേജ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ റാസ്ബിയനും ബാക്കിയുള്ള കുറേ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. സോ ബേസിക് ഹാർഡ്വെയർ കൺസിസ്റ്റിംഗ് ഓഫ് എ CPU which controls all the peripherals, IO-യും RAM-ഉം. Then there is a specialized USB hub through which you are connecting the Ethernet and 2 USB, 2 അല്ല അത് 4 ഉണ്ടാവും, 4 USB ports. ഇപ്പോൾ USB ഹബ്ബാണ്, USB ഹബിലാണ് അല്ലെങ്കിൽ ആ ചിപ്പിലാണ്, അല്ലെങ്കിൽ ആ ചിപ്സെറ്റിലാണ് ഈതർനെറ്റും USB കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ യു ഹാവ് എ GPU, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു 4K ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 4K വീഡിയോ വരെ പ്രോസസ് ചെയ്യാവുന്നതാണ്. സോ വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ഫ്രം റാസ്ബെറി പൈ? അതാണ് ഈ കാണിച്ചിരിക്കുന്നത് റാസ്ബെറി പൈ 4 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള. സോ ഇറ്റ് കോസ്റ്റ് അറൌണ്ട് 5,000. എല്ലാം കൂടെ ചേർത്തിട്ട്, പവർ സപ്ലൈ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 5,000+. അതാണ് ഇതിൻ്റെ വില വരുന്നത്, ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആവുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, യു ക്യാൻ ഹാവ് എ വെറൈറ്റി ഓഫ് റാം, 2GB, 4GB, 8GB, 2GB, 4GB, 8GB റാം അവൈലബിൾ ആണ്. സോ യു ഗോട്ട് എ ഗിഗാബിറ്റ് ഈതർനെറ്റ് ഉണ്ട്, ദെൻ USB 3, USB 2, ദെൻ മൈക്രോ
HDMI പോർട്ട് ഉണ്ട് വിച്ച് സപ്പോർട്ടിംഗ് 2x4K, രണ്ട് 4K സപ്പോർട്ട് ചെയ്യാവുന്ന HDMI പോർട്ട് ഉണ്ട്. സോ യു ക്യാൻ കണക്ട് മോണിറ്റേഴ്സ്, 4K മോണിറ്റേഴ്സ് കണക്ട് ചെയ്യാം. പവർ സപ്ലൈ USB-C എന്ന് പറഞ്ഞിട്ടുള്ള കണക്ടർ വഴി ആണ് സപ്ലൈ ചെയ്യുന്നത്. ക്യാമറ കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോസസ്സർ, ബ്രോഡ്കോമിൻ്റെ ARM ബേസ്ഡ് പ്രോസസ്സറാണ്. അതിൻ്റെ ഫീച്ചറാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എന്താണ്? അതൊരു ഒരു ക്വാഡ് കോർ ARM A72 ARM V8 എന്ന് പറയുന്ന സീരീസിലുള്ള ഒരു 64-bit സിസ്റ്റം ഓൺ ചിപ്പ് വിച്ച് ഇസ് റണ്ണിങ് അറ്റ് 1.5 GHz ആണ്. 1.5 ആണ് നേരത്തെ പറഞ്ഞത്, 1.7 എന്നാണ് തോന്നുന്നത്. 1.5 GHz ആണ് ഇപ്പോഴത്തെ റണ്ണിങ് ക്ലോക്ക്. സോ ഇറ്റ് സപ്പോർട്ട്സ് 2GB, 4GB or 8GB. LPDDR4 എന്ന് പറയുന്ന ഒരു ചിപ്പാണ്, ഒരു SD-RAM ആണ്. ഒരു സിംഗിൾ ചിപ്പായിരിക്കും. അതിൻ്റെ സിംഗിൾ ചിപ്പിൽ വരുന്ന അല്ലെങ്കിൽ സിംഗിൾ കോറിൽ വരുന്ന ഒരു മെമ്മറിയാണ്. ദെൻ 2.4 GHz ആൻഡ് 5 GHz IEEE വയർലെസ് ഉണ്ട്. 802.11 AC വയർലെസ് അവൈലബിൾ ആണ്. ഓൾസോ ബ്ലൂടൂത്ത് 5, ദെൻ ഓൾസോ ഈതർനെറ്റ് ഉണ്ട്. Then 2 USB 3.0 port, so fastest USB and the latest. Then also 2 USB 2.0 port ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞ പോലെ ഒരു IoT enthusiastന് വേണ്ടത് GPIO പിന്നാണ്, ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് 40 പിൻ. അത് വഴിയാണ് നമ്മൾ പല IoT ഡിവൈസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, രണ്ട് മൈക്രോ HDMI പോർട്ട് ഉണ്ട്. 4K-P60 സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അത്രയും റെസൊല്യൂഷനുള്ള വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഓൾസോ ഇറ്റ് ഹാസ് ഗോട്ട് എ ഡിസ്പ്ലേ പോർട്ട്, 2-lane ഡിസ്പ്ലേ പോർട്ട് ഉണ്ട്, ക്യാമറ പോർട്ട് ഉണ്ട്. ദെൻ 4-pole സ്റ്റീരിയോ ഓഡിയോ, അതുപോലെ കോമ്പോസിറ്റ് വീഡിയോ പോർട്ട് ഉണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ഹാൻഡിൽ H265 സ്റ്റാൻഡേർഡ് വീഡിയോ ഡീകോഡർ ഉണ്ട്, അല്ലെങ്കിൽ കോഡക് ഉണ്ട്. അതുപോലെ H264 ഉണ്ട്. ഓക്കെ, സോ H265 എന്ന് പറഞ്ഞാൽ 4K സപ്പോർട്ട് ചെയ്യുന്നതാണ്. ദെൻ ഗ്രാഫിക്സ് OpenGL ആണ്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോ SD കാർഡ് സ്ലോട്ടിലാണ്. നേരത്തെ നമ്മളിവിടെ കാണിച്ച ഈ ഒരു സ്ലോട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനുള്ള, SD കാർഡ് വഴി ലോഡ് ചെയ്യാനുള്ള ഒരു പോർട്ട്. Then 5V DC using USB-C connector, 3 ആംപിയറിൻ്റെ ഒരു കണക്ടർ കൊടുക്കണം. ദെൻ ഓൾസോ 5V DC via GPIO ഹെഡർ വഴി സപ്ലൈ ചെയ്യാൻ പറ്റും എക്സ്റ്റേണലി. ദെൻ പവർ ഓൺ ഓർ ഈതർനെറ്റ് അവൈലബിൾ ആണ്, PoE എന്ന് പറഞ്ഞിട്ടുള്ള അവൈലബിൾ ആണ്. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ 0 to 50 ഡിഗ്രി വരെ ഉള്ളൂ ആംബിയൻ. അതാണ് ഒരു ആംബിയൻ ടെമ്പറേച്ചർ പറയുന്നത്. 0 to 50 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ. അതൊരു മിലിറ്ററി സ്റ്റാൻഡേർഡ് അല്ല. ഈവൻ ദെൻ നോർമൽ ആപ്ലിക്കേഷനിൽ ഏത് നമ്മൾ എക്സ്റ്റേണലായിട്ട് വയ്ക്കുകയാണെങ്കിലും, എക്സ്റ്റേണലായിട്ട് ഒരു IoT ഡിവൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഒരു നോർമൽ ടെമ്പറേച്ചർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ദിസ് ബോർഡ് ഷുഡ് ബി സപ്പോർട്ടഡ് വിത്ത് 2.5 മിനിമം 2.5 ആംപിയർ പവർ സപ്ലൈ. ഒരു 500 mAh ഒക്കെ വരുന്നുള്ളൂ, എങ്കിലും 2.5 mAh പവർ സപ്ലൈ യൂസ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ലേഔട്ടാണ് സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഡോക്യുമെന്റേഷൻ ഓരോ പോർട്ടിൻ്റെയും ലൈക്ക് മൈക്രോ HDMI-യുടെ രണ്ട് HDMI-യുടെയും പിൻ ഡയഗ്രാംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഡിസ്പ്ലേയുടെ കാര്യം, ക്യാമറയുടെ എല്ലാ പിൻസും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ യൂണിറ്റിൻ്റെയും പിൻ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ടിലോട്ട് എടുക്കാനുള്ളതും അല്ലെങ്കിൽ ഇൻ ചെയ്യാനുള്ള പിൻസിൻ്റെ കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ലേഔട്ട് സൈറ്റിൽ അവൈലബിൾ ആണ്. 2013 തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ഡിവൈസസ് റാസ്ബെറി പൈ ഫൗണ്ടേഷൻ ഇറക്കിയിട്ടുണ്ട്. ലൈക്ക് ക്യാമറ. ഈ ക്യാമറ അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സോണി ബേസ്ഡ് ആയിട്ടൊരു ക്യാമറയൊക്കെ അവൈലബിൾ ആണ്. സോ ഇറ്റ് ഈസ് പ്രിറ്റി കോസ്റ്റ്ലി.
നമുക്കത് വേണമെന്നില്ല, വാങ്ങിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ക്യാമറ ബേസ്ഡ് ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ റാസ്ബെറി പൈ ഫൗണ്ടേഷൻ്റെ തന്നെ വാങ്ങിക്കണമെന്നില്ല. ആമസോണിൽ അവൈലബിൾ ആണ്. റാസ്ബെറി പൈക്ക് ഇതിൽ കണക്ട് ചെയ്യാവുന്ന ചീപ്പറായിട്ടുള്ള ഒരു HD ക്യാമറ പോലും അവൈലബിൾ ആയിരിക്കും. ഒരു ക്യാമറ 1 ചിപ്പ് എന്നുള്ള ഒരു റിബൺ കേബിൾ വഴി കണക്ട് ചെയ്യാവുന്ന ക്യാമറ ഒരു 1000 റുപ്പീസ് താഴെയൊക്കെ അവൈലബിൾ ആണ്. റാസ്ബെറി പൈ ഫൗണ്ടേഷൻ ഒരു ഗെറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് IoT റിലേറ്റഡ് പ്രോജക്ട്സ് ചെയ്യാനായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഗെറ്റ് ബോർഡ് എന്നാണ്. അതിൽ LEDs, സ്വിച്ചസ്, അനലോഗ് സിഗ്നൽ സെൻസേഴ്സ് ആൻഡ് അതർ ഡിവൈസസ്. IoT അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഓർഡിനോ ആണ്. ഓക്കെ, ഓർഡിനോ ആണ് IoT ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൗ ടു കമ്പയർ ബിറ്റ്വീൻ ഓർഡിനോ ആൻഡ് റാസ്ബെറി പൈ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർഡിനോ അത്രയും പവർഫുൾ അല്ല. യു കാൺ ഇൻ്റഗ്രേറ്റ് പൈത്തണുമായിട്ട് ഇൻ്റഗ്രേഷൻ പറ്റില്ല. ഇതിൽ ക്യാമറ കണക്ട് ചെയ്യാം, ക്യാമറ കൺട്രോൾ എളുപ്പമാണ്. OpenCV വെച്ചിട്ട് നമുക്ക് പൈത്തൺ വിത്ത് OpenCV വളരെ സിമ്പിളായിട്ട് ക്യാമറ ഇൻ്റർഫേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ റിയൽ ടൈം ആപ്ലിക്കേഷനിലും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വൺസ് ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ, പൈത്തൺ യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് എ കോഡ് ഫോർ ഡിറ്റക്ടിങ് മെനി തിങ്സ്. ഹ്യൂമൻ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാം, വെഹിക്കിൾ ഐഡൻറ്റിഫൈ ചെയ്യാം. പൈത്തണിൽ എഴുതിയിരിക്കുന്ന ഒരു ഡീപ്പ് ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കോഡ് ഉണ്ടായാൽ മതി. സോ ദാറ്റ് ക്യാൻ ബി റൺ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ഒരു ഓർഡിനോ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഓർഡിനോയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ചെറിയ IoT ആപ്ലിക്കേഷൻസിനെല്ലാം ഓർഡിനോ ഉപയോഗിക്കാം. പക്ഷെ ഇത് അതല്ല, ദിസ് ഇസ് ആൻ അഡ്വാൻസ്ഡ് വൺ. ദെൻ IR ക്യാമറ കണക്ട് ചെയ്യാം. അതിന് ഉള്ള ഒരു ഡിവൈസ് IR ക്യാമറ റാസ്ബെറി പൈ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. PINOIR എന്ന് പറഞ്ഞിട്ട്. ദെൻ ഹാർഡ്വെയർ അറ്റാച്ച്ഡ് ഓൺ ടോപ്പ്, എക്സ്പാൻഷൻ ബോർഡ്സ്, HAT അങ്ങനെയുള്ള കുറച്ച് ബോർഡ്സ് വാങ്ങിക്കാൻ കിട്ടും. ഓർഡിനോയിലൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെയുള്ള ലൈക്ക് ടെമ്പറേച്ചർ കൺട്രോളറോ അങ്ങനെയുള്ള ക്യാമറ ബോർഡ് പോലെ തന്നെയുള്ള കുറേ HAT ബോർഡ്സും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് റാസ്ബെറി പൈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള വേറെ പലരും ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ഏതൊക്കെ തരം ബോർഡുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസൂസ് ടിങ്കർ ബോർഡാണ്. റാസ്ബെറി പൈയുടെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ബോർഡ് എന്ന് പറയാനുള്ളത് അസൂസ് ടിങ്കർ ബോർഡാണ്. സോ അസൂസ് ടിങ്കർ ബോർഡിൻ്റെ പ്രത്യേകത വളരെ കോമ്പാക്റ്റ് ആണ്. ഇതേ സെയിം സൈസാണ്, വളരെ നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു ബോർഡായിട്ടാണ് പറയുന്നത്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയർ ആണ്. അതുപോലെ തന്നെ ബീഗിൾ ബോൺ എന്ന് പറയുന്ന ഒരു ബോർഡുണ്ട്, അതും കോമ്പറ്റീറ്റീവ് ആണ്. ദെൻ ബനാന പൈ, ഓറഞ്ച് പൈ, ഓഡ്രോയിഡ് അങ്ങനെയുള്ള കുറച്ച് സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടർ SoCs അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഓക്കെ, അതിൽ അസൂസ് ടിങ്കർ ബോർഡ് വളരെ നല്ല ബോർഡ് തന്നെയായിട്ടാണ് പെർഫോമൻസ് പറയുന്നത്. സോ ദിസ് ഈസ് അസൂസ് ടിങ്കർ ബോർഡ്. അപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള റാസ്ബെറി പൈ ആയിട്ടുള്ള വ്യത്യാസം എന്താണ് ഇതിനകത്തുള്ളത്? വ്യത്യാസം ഹാർഡ്വെയർലി അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസ് കണക്ട് ചെയ്യുന്നത്, ഇവിടെയും GPIO പിൻസ് എല്ലാം ഉണ്ട്. ദെൻ ക്യാമറ കണക്ട് ചെയ്യാനുള്ള ഡിസ്പ്ലേ എല്ലാം ഉണ്ട്. HDMI ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. GPIO പിൻസ് ഉണ്ട്, 4 USB പോർട്ടുണ്ട്, ഈതർനെറ്റ്, ഗിഗാബിറ്റ് ഈതർനെറ്റ് തന്നെ ഉണ്ട് ഇവിടെ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, പക്ഷേ ഇത് കുറച്ച് കോസ്റ്റ്ലിയർ ആണ്. ഓക്കെ, പ്രോഗ്രാമിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈത്തൺ ബേസ്ഡ് ആയിട്ടുള്ള പലതും ഇതിലും റൺ ചെയ്യാവുന്നതാണ്. സോ സെയിം സൈസ് തന്നെയാണ്. അപ്പോൾ ആർക്കിടെക്ചർ വൈസ് കുറച്ച് കളർഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള റാസ്ബെറി പൈ തന്നെയാണ്. ദെൻ ബീഗിൾ ബോൺ, ഇത് സെയിം സൈസ് തന്നെ, ഓൾമോസ്റ്റ് അത് തന്നെ, കുറച്ച് ലിമിറ്റഡ് ആണ് അതിൻ്റെ ഫീച്ചേഴ്സ് പറയാനുള്ളത്. GPIO പിൻസ്, ഈ GPIO പിൻസ് ആണ് രണ്ട് സൈഡിലും ഉണ്ട്. ഓക്കെ,
ജസ്റ്റ് കമ്പാരിസൺ തമ്മിലുള്ള ഫിസിക്കൽ ഡയമെൻഷൻ കമ്പാരിസൺ മാത്രമേ ഉള്ളൂ. റാസ്ബെറി പൈയും ഇത് റാസ്ബെറി പൈ 2 ആണ്, അത് ബീഗിൾ ബോൺ. ഓക്കെ, ഇതാണ് റാസ്ബെറി പൈയെ കുറിച്ച് പറയാനുള്ളത്. ഈ എല്ലാം ഏത് സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ റാസ്ബെറി പൈയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എവിടെയാണ് അതിന്റെ ഇൻഫർമേഷൻ എടുക്കുന്നത്, ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ raspberrypi.org. അപ്പോൾ ഈ raspberrypi.org പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ വാട്ട് ഓൾ അഡ്വാൻസ്മെന്റ്സ് ആർ ദർ. അതിൽ നമുക്ക് ഒരു റാസ്ബെറി പൈ വാങ്ങിക്കുകയാണെങ്കിൽ എവിടുന്ന് കിട്ടും, ഇന്ത്യയിൽ എവിടെ അവൈലബിൾ ആണ്. ഇതാണ് ആ സൈറ്റ്. റാസ്ബെറി പൈ 4 എന്നുള്ള ബോർഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, എന്തൊക്കെയാണ് പ്രോഡക്ട്സ്, ഹൗ യു ക്യാൻ ബൈ ദിസ് പ്രോഡക്ട്സ്. ഇപ്പോൾ പ്രോഡക്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ഉള്ളത്. റാസ്ബെറി പൈ മോഡൽ 4 ആണ് അവരുടെ ഏറ്റവും വലിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതാണ് റാസ്ബെറി പൈ 0 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഞാൻ പറഞ്ഞു ക്യാമറ, ഹൈ ക്വാളിറ്റി ക്യാമറയുണ്ട്. ഇതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ലൈക്ക് അതിനെ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ, കേസ്, HDMI, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സപ്പോസ് യു വാണ്ട് ടു ബൈ റാസ്ബെറി പൈ മോഡൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ യു ക്യാൻ ബൈ. ഓക്കെ, $35. അപ്പോൾ $35 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ അത് അവൈലബിൾ ആണ്. ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയാണ്, സോ റാസ്ബെറി പൈ 4 മോഡൽ ബി എവിടെയാണ് അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ള ഈ സൈറ്റ് വഴിയാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാൻ ഇവർ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതല്ലാതെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ആമസോണിൽ പക്ഷെ പ്രൈസ് കുറച്ച് കോമ്പറ്റേറ്റീവ് അല്ല. പ്രൈസ് അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ എന്തായാലും ഇത് വഴിയേ വരുന്നുള്ളൂ. നമുക്ക് സെലക്ട് ചെയ്യാൻ 2GB ആണോ 4GB ആണോ 8GB ആണോ അവൈലബിൾ ഏതാണ് നമുക്ക്. അപ്പോൾ അത് കിട്ടുന്ന സൈറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സിൽവർ ലൈൻ ഇലക്ട്രോണിക്സിൽ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അതിൻ്റെ വില എന്താണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് പോയാൽ മതി. സോ കോസ്റ്റ് 8GB റാമിന് 5800 ആണ്. ഓക്കെ, 8GB റാമിലുള്ള റാസ്ബെറി പൈ 4 മോഡൽ ബിക്ക് 5800 ആണ്. ഇതുകൊണ്ട് നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ സപ്ലൈ വേണം, പിന്നെ ഒരു SD കാർഡ് വേണം, പിന്നെ അത് ഒരു ചെറിയൊരു കേസിൽ വെക്കണതിന് അതിന് വേണ്ടിയിട്ടുള്ള കേസ് വാങ്ങിക്കണം. പിന്നെ അതിനെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ മോണിറ്റർ വേണം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കമ്പ്യൂട്ടറിന് മോണിറ്റർ ഉണ്ടെങ്കിൽ ആ മോണിറ്റർ HDMI കോമ്പാറ്റിബിൾ ആണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ട് ഇവിടെ. നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ജസ്റ്റ് ആഡ് ടു കാർട്ട് ചെയ്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധനം വരും. ഇത് കുറച്ച് കോസ്റ്റ്ലിയർ ആണ്. മോഡൽ 8GB റാം ആയതുകൊണ്ടാണ്. 8GB താഴെ 4GBക്ക് ഇതിനേക്കാളും വില കുറവാണ്. അറൗണ്ട് 5000 താഴെയാണ്. ഓക്കെ, എന്താണെങ്കിലും ഞാൻ പറഞ്ഞത് ഒരു 5000 നമുക്ക് എല്ലാ ആക്സസറീസും കൂടെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ കാണിച്ച സ്കെമാറ്റിക് ഇതിലുണ്ട്. ഇനി അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇവിടെ ഉണ്ട്. പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ പോയിട്ടുള്ള സൈറ്റിലാണ് പർച്ചേസ് ചെയ്യാൻ. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത് റാസ്ബെറി പൈയെ കുറിച്ചുള്ള. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് റാസ്ബെറി പൈ എന്നും അതിൻ്റെ വാരിയസ് ഫീച്ചേഴ്സ് എന്താണ്, ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഇവനെ ഒന്ന് നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിൽ ഒരു കമ്പ്യൂട്ടർ എങ്ങനെ ഇതിനെ ഒരു കമ്പ്യൂട്ടറാക്കി മാറ്റാം, ഇതിനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് കമ്പ്യൂട്ടറാക്കി എങ്ങനെ മാറ്റാം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കീബോർഡ് കണക്ട് ചെയ്യണം, USB കീബോർഡ് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ
നമുക്കൊരു HDMI പോർട്ട് വഴി ഒരു മോണിറ്റർ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള മൗസോ എന്ത് കാര്യം വേണമെങ്കിലും കണക്ട് ചെയ്തിട്ട് ഇതിനെങ്ങനെ ഒരു കമ്പ്യൂട്ടറാക്കി മാറ്റാം. അപ്പം അതിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഒരു SD കാർഡിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ റാസ്ബിയൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, എങ്ങനെ ഒരു കമ്പ്യൂട്ടറായിട്ട് ഇതിനെ എങ്ങനെ അപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ